നമസ്കാരം. ഫൺ ഫാലിമിയുടെ ഇന്നത്തെ രസകരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനുള്ളത് മാലിപ്പുറത്തുള്ള മാല ചേച്ചിയുടെ വീട്ടിലാണ്. ചേച്ചി, വെൽക്കം ടു ദി ഷോ. ചേട്ടാ നമസ്കാരം. ചേച്ചിയുടെ പേര് ഒരു വെറൈറ്റി പേരാണ് കേട്ടോ, മാല. ഈ മാല എന്ന് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ, എനിക്കല്ല ചേട്ടനും അതന്നെ ആയിരിക്കും ഓർമ്മ വരുന്നത്. മല. സ്കൂളിൽ അങ്ങനെ എന്തെങ്കിലും ധാരാളം. കാരണം പേര് പറയുമ്പോ തന്നെ പല പേരുകളാണ്. മല, മാള, പിന്നെ പിന്നെ പല കുറെ ഉണ്ട്. അതെല്ലാത്തിന്റെ ഈ MAL എന്നുള്ളതായതുകൊണ്ട് എല്ലാവരും അത് കളിയാക്കും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാനിപ്പോ കുറച്ച് നാളായിട്ടുള്ള ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട്. ഞാന് ഹോം ബേക്കറാണ്. കേക്ക് ബേക്കിംഗ്. പിന്നെ വീട്ടില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേക്ക് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള കുക്കിംഗ് ഒക്കെയോ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാറില്ല. ഒരു മുഴ മുന്നേറിയതാണോ എന്നൊരു സംശയം. ഞാനിവിടെ വന്നപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ബാക്കിലോട്ട് പോയപ്പോ മൊത്തം ബിജോയ് NKക്ക് കിട്ടിയ പുരസ്കാരങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു കോട്ട തന്നെ ഇവിടെ ഉണ്ട്. അതിനകത്ത് ഗിന്നസ് റെക്കോർഡ് ഉണ്ട്, പിന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. ബിജോയ് ചേട്ടൻ തന്നെയല്ലേ ബിജോയ് NK? എന്തൊക്കെയാണ് ചേട്ടൻ? വിസ്ലിംഗ് ആർട്ടിസ്റ്റ് ആണ്. എല്ലാം ചൂളമുടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങളാണ്. ചൂളമുടി പണ്ട് അതല്ല, ഇത് വിസിലിംഗ്, ചൂളം അടിച്ച് പാട്ട് പാടുന്ന ഒരു കല. അതിപ്പോ ഞാൻ അത് തുടങ്ങിയിട്ട് കോളേജ് ആ ടൈമിൽ മുതലുണ്ട്, കുറെ വർഷങ്ങളായി. അതിനുശേഷം പിന്നെ ഞങ്ങള് ഇങ്ങനെ വിസിലടിച്ച് പാട്ട് പാടുന്ന ആളുകളെ ഒക്കെ ഇങ്ങനെ കണ്ടുമുട്ടി ഞങ്ങളൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി. വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ സെക്രട്ടറിയാണ്. അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മലയാളീസിൻ്റെ മാത്രമായിട്ടുള്ള മലയാളി വിസിലേഴ്സിന്റെ സംഘടനയാണ്. ചേട്ടൻ ശരിക്കും വിസിലടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ എന്താണ് ചേട്ടന്റെ ജോലി? അതും ചൂളമുടിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അത് ട്രെയിനിന്റെ ചൂളമുടിയാണ്. ഞാൻ എറണാകുളം നോർത്തിലെ സ്റ്റേഷൻ മാസ്റ്ററാണ്. സ്റ്റേഷൻ മാസ്റ്റർ ആണോ? എന്നെ ഒരു പ്രാവശ്യം അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്. സാറാണോ എന്ന് അറിഞ്ഞൂടാ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ 500 ഫൈൻ അടിച്ചു തന്നു. പക്ഷെ ഞാൻ ബാധ്യസ്ഥനാണ് അത് ഏറ്റുവാങ്ങാൻ. എന്റെ തെറ്റാണ്. ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പച്ചക്കൊടി കാണിക്കുന്നു, ചുമന്ന കൊടി, അതൊരു ഭാഗമാണെന്ന് നമുക്കറിയാം. പക്ഷെ കൂടുതലായിട്ടൊന്നും അറിയാനും സാധിച്ചിട്ടില്ല. ഒരു ട്രെയിൻ അത് എത്ര സമയം നിർത്തിയിടണം, അതിന്റെ പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ. ഓക്കെ, എത്രത്തോളം റിസ്ക് ഉണ്ട് ജോബിനകത്ത്? വളരെ റിസ്ക് ഉള്ള ജോബാണ്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ്. ശരി. പിന്നെ പങ്ക്ച്വാലിറ്റിയും എല്ലാം 1 മിനിറ്റ് വൈകിയാലും അതിനുള്ള ചോദ്യം നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ചേച്ചിയുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നല്ല പ്രോത്സാഹനമാണ്. പാട്ട് പാടുമെന്ന് പറഞ്ഞു. ഇല്ല, പാട്ട് വിമർശനമാണ്. അത് നല്ലൊരു കാര്യമാണ്. കുറ്റം കണ്ടുപിടിക്കാൻ ബെസ്റ്റാണ്. കുറ്റം കണ്ടുപിടിക്കാൻ ബെസ്റ്റാണ്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചേട്ടാ, ഇവിടെ വന്നത് ചേട്ടന്റെ കുറ്റം പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചതാണ്. ചേട്ടനൊരു പണി തരാൻ വേണ്ടി. ചേട്ടനൊരു നല്ലൊരു ചെറിയൊരു 8ന്റെ പണി. ചെറിയ 8 വലിയ 8 ഓക്കെ തന്നോട്ടെ ഞങ്ങള്. എന്തായാലും വന്നില്ല, തന്നിട്ട് പോ. ചേച്ചി, നമുക്ക് എന്താ കൊടുക്കുക? ഞാൻ ഭയങ്കര ഫാനാണല്ലോ, അപ്പൊ നമുക്ക് ഫാൻ തന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്തല്ലോ. സുഖിപ്പിക്കലുമായി പണി കൊടുക്കലുമായി. അപ്പൊ നമുക്ക് ഫാൻ തന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്യാം. അത് ചെയ്യില്ലല്ലോ. വൈഫിന്റെ ആഗ്രഹമാണ്. അതാണ് സംഭവം. പറഞ്ഞാ കേക്കില്ല. ലാഡറും എല്ലാം ഉണ്ട്, പക്ഷെ ചെയ്യില്ല. അതായത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്. ചേട്ടൻ ഇവിടെ ഒരു പണി എടുക്കൂല, അറ്റ്ലീസ്റ്റ് ഫാനെങ്കിലും ഒന്ന് തുടപ്പിച്ചെത്താ. വിശേഷങ്ങളുടെ ഇടയിൽ വേറൊരു കാര്യം വിട്ടുപോയി. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? മക്കൾ എത്ര പേരാ? ഒരാളാണ്, മോനാണ്. എന്ത് ചെയ്യുന്നത് മകൻ? മോന് +2 ആണ്. പിന്നെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അമ്മ കൂടെ ഉണ്ട്. അപ്പൊ ആൾക്ക് ഒരു ചെറിയ കാലിന് ചെറുതായിട്ടൊന്ന് വീണ് അങ്ങനെ ഒരു ഇതായിട്ടിരിക്കുന്നതാണ്. എന്തായാലും ഇത്രയും വലിയൊരു ഉദ്യമത്തിലേക്ക് ചേട്ടൻ കടക്കുന്നതിന് മുമ്പ് ചേട്ടൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ഒരു ചൂളമടിപ്പാട്ട്. ട്രാക്കൊക്കെ ഇട്ട് പാടുന്നതിൻ്റെ ഒരു ട്രാക്ക് വേണമെങ്കിൽ കൊട്ടണോ? അതുകൊണ്ട് കൊട്ടുന്ന സംഭവമുണ്ട്. ഞാനത് എടുക്കട്ടെ എന്നാ. ഓക്കെ, അപ്പൊ എന്തോ ഒരു ഉപകരണമായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, ഇത് എന്തോന്ന സാധനം? എന്ത്? കഹോൺ എന്നാണ് പറയുന്നത്. കഹോൺ. ഇതെന്താ? ഇത്
ഒരു താളത്തിനുള്ള ഒരു ഓ കാലിലാണ് താളം പിടിക്കുന്നത്. ഓ അത് ശരി. ഇതിന് ആക്ച്വലി ശ്വാസം പിടിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇത് ഈ പല ടൈപ്പ് ഓഫ് വിസ്ലിംഗ് ഉണ്ട്. ചിലത് ടീത്ത് വിസ്ലിംഗ്. അപ്പൊ ചിരിക്കുന്ന പോലെ തോന്നും നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോ ഉണ്ടല്ലേ. വിസിൽ ചെയ്യുന്ന ആള് ശ്വാസം വിടാതെ പാടുന്ന ചില പാട്ടുകളുണ്ടല്ലോ. SPV മറ്റേ മണ്ണിലിന്റെ കാതൽ, അതിന്റെ അനുപല്ലവിയിലൊക്കെ അതപ്പോ നമ്മള് ശ്വാസം വിടാത്ത പോലെ പാടുന്നതാണ്. ശ്വാസം എടുക്കലും പുറത്തേക്കും. അത് പക്ഷേ ഒരു സ്ഥലത്ത് പോലും അത് പ്രാക്ടീസ് ചെയ്ത് ടോണാണ്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഇപ്പൊ ചേട്ടനൊരു സന്തോഷം കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട ജോലി ചെയ്തപ്പോ കിട്ടിയോ? ഇനി നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയിലേക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ ചേട്ടൻ കോസ്റ്റ്യൂം ഒക്കെ മാറി ഫാൻ തുടയ്ക്കാനുള്ള കറക്റ്റ് സാധനം വിത്ത് ടവൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇതെടുക്കാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞു. ഏണിയാണ്. ഓക്കെ, അപ്പൊ ഏണി ഞാൻ ചുമക്കാൻ സഹായിക്കണോ? എന്റെ ഏണി ഞാൻ തന്നെ ചുമന്നോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയാലേ നമുക്ക്. ഞാനിത് ഇപ്പുറം വെക്കാം. പിടിച്ച് സഹായം വേണോ? സഹായിച്ചാൽ വീഴാതെ രക്ഷപ്പെടാം. നിങ്ങൾക്ക് സേഫ് ആയിട്ട് വീട്ടിൽ പോകാനാണോ? ഇപ്പോൾ ഈ സാധനം എടുക്കാം നമുക്ക്. ഒന്ന് നനച്ചുകൊണ്ടിരട്ടെ ഏട്ടാ. വേറെ ഒരു സാധനം കൂടി എടുക്കാനുണ്ട് എനിക്ക്. ഒരു ഡിറ്റർജൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അലക്കാനുള്ള പരിപാടിയാണ്. ഇല്ല ഇല്ല, ഓക്കെ. ഡിറ്റർജന്റ്, തുണിയല്ലേ, പേപ്പർ അല്ലേ അത്? ഇത് വെച്ചെടുക്കാം, തുടക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഉയരം കൂടും തോറും കാഠിന്യം കൂടും. റിലാക്സ്. ഞാൻ എൻ്റെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെവിടെയെങ്കിലും ഒന്ന് കൊള്ളിക്കണം. ഇതൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നവര് കണ്ട പ്രശ്നമോ? ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിൽ നിന്നുള്ള അഴുക്കൊക്കെ താഴെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ താഴെ ഞാൻ തുടക്കണം. അത് ചേച്ചി പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. എന്നോട് ഫാൻ ക്ലീൻ ആക്കാൻ പറഞ്ഞു, ഞാൻ ഫാൻ ക്ലീൻ ചെയ്തു. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. പക്ഷെ ചേട്ടന്റെ നേരത്തെ SPBയുടെ പാട്ട്, അതിൽ ഞാൻ ചേട്ടന്റെ ഫാനായിട്ടോ. ഫാനായി. ആ ഫാനും തുടക്കാൻ പറയരുത്. കൊള്ളാലോ. ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ ചേട്ടാ. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് നിറം സിനിമയ്ക്കകത്തെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. അത് ശ്വാസം വിടാതെ പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ ചേട്ടൻ മറ്റേ SPBയുടെ പാട്ട് പാടിയപ്പോൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ചൂളം അടിച്ചുകൊണ്ട് ആ ഒരു പാട്ട് കേൾക്കാൻ. അപ്പൊ ചേട്ടനിപ്പോ ഒരു പണി ചെയ്യുമ്പോൾ ചേട്ടനൊരു ഉത്സാഹമാവും. ഏത്
അതെ അതെ, അത്ര ഉത്സാഹം പണിയുടെ മുകളിൽ ഒരു പണി അല്ലേ? പണിയുടെ ഇടയ്ക്ക് ഒരു പണി കിടക്കട്ടെ, ഒരു എന്റർടൈൻമെന്റ്. അത് ഏത് പോർഷനാണ്? പ്രായം തമ്മിൽ മോഹം നൽകി അത് തൊട്ട് ഒന്ന് പാടൂ. പാട്ട് മറന്നോ? മറന്നു. ഞാൻ വെയിറ്റ് ചെയ്യണോ? പൊട്ടണമെന്നുണ്ട് ഒരു മിനിറ്റ്. സെറ്റ്. ഞാനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അതിൽ പിന്നെ വേറെ ഒരു പോർഷനും കൂടെ ഉണ്ട്. അതിനകത്ത് മറന്നുപോയി. മറിച്ചിടരുത്. അപ്പൊ ഏകദേശം കഴിഞ്ഞു. ഇത് ഇനി അടുത്ത ഫാനിലേക്ക് നമുക്ക് പോവാം. മുതലാളി ആത്മഹത്യ ചെയ്യലേ മുതലാളി. ആക്ച്വലി ഞാൻ ഈ തോർത്തെടുത്ത് മുഖത്ത് ഇങ്ങനെ തട്ടി. ഞാൻ അപ്പൊ പിന്നെ പാട്ട് നടക്കൂല. ഇതും പെട്ടെന്ന് കഴിഞ്ഞു. ഇതൊന്നും തൊട്ടിട്ടില്ല. തൊട്ട് പിന്നെ കഴിഞ്ഞ നീ ആ ഫാൻ ഗേളിനെ വിളിക്കൂ. ഫാൻ ഓണാക്കാൻ തോന്നുന്നുണ്ടോ? ചേട്ടനൊക്കെ കറങ്ങി കളിക്കുന്ന നല്ല എന്ത് തോന്നുന്നു? പണിയെടുക്കുന്നുണ്ടോ? കുഴപ്പമില്ല, ഇതേപോലെ ഞങ്ങൾ തുടർന്നാ മതി. തുടക്കം മാത്രമായിട്ട് നമുക്ക് അവിടെ ഇതേപോലെ ഒരു ഫാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നോക്കിയായിരുന്നു അതിന്റെ അവസ്ഥ എന്താണ്? എത്ര മാർക്ക് കൊടുക്കാം? 10 കൊടുക്കാം. 10 ൽ 10ഓ? ചേട്ടാ ഞാനൊരു കുറ്റം പറയട്ടെ. ചേട്ടൻ ലീഫ് മാത്രമേ തുടച്ചിട്ടുള്ളൂ. അതിന്റെ മുകളിലുള്ള ആ കവറ്, അതിന് മുകളിലുള്ള സാധനം ഒന്നും തുടച്ചിട്ടില്ല. അവിടെ നോക്കുമ്പോ കാണുന്ന പോർഷൻ മാത്രം. അത് മാത്രമല്ല, ചേച്ചിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അവിടെ മൊത്തം ആ മോളിന്ന് എടുത്ത് പൊടി മൊത്തം നിലത്ത് കൊട്ടിട്ടുണ്ട്. ചേച്ചി ക്ലീൻ ചെയ്യേണ്ടി വരും. ഇല്ല, അതും കൂടി ചെയ്ത് കഴിഞ്ഞാല് 10 തരുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചില്ല, സോറി. ഓക്കെ ചേട്ടൻ ഇതേപോലെ നിക്കണ്ട, ഒന്ന് ഇറങ്ങി നിന്നോ. ആ ഗ്യാപ്പില് ഞാൻ ചേച്ചിയും കൂടെ അവിടെ പോയിട്ട് ചെറിയൊരു ഗെയിം സെഗ്മെന്റ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇനി ചേച്ചിക്ക് വെൽക്കം ബാക്ക് ടു
ടു ഫൺ ഫാലിമി. അങ്ങനെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് ഗെയിം സെഗ്മെന്റ്. ചേച്ചി റെഡി അല്ലേ? ചേട്ടൻ അവിടെ നമ്മള് തോൽപ്പിച്ച് കളഞ്ഞായിരുന്നു. ചേച്ചിയുടെ വാശി കാണിക്കണ്ട ഇവിടെ. ഓക്കെ, അപ്പോ ഒരുപാട് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഗെയിം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും കാർഡ് നിരത്തി വെച്ചിട്ടില്ലേ, ഇതിനകത്ത് 4 കാർഡ്സ് മാത്രം തല തിരിച്ച് വെച്ചിട്ടുണ്ട്. 4 കിങ്ങിന്റെ 4 കാർഡ്സ്. ഓക്കെ, ചേച്ചി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈകൾ ഉയർത്തി പിന്നിലോട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിന്ന് ഊതണം. ഇങ്ങനെ ഫൂ ഫൂ എന്ന് പറഞ്ഞ് ഊതണം. ഊതി ആ 4 കാർഡ്സ് ഒഴികെ ബാക്കി എല്ലാ കാർഡ്സും നിലത്തോട്ട് പറത്ത് കളയണം. അവസാനം ഈ 4 കാർഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്ങാനും ഇതിനകത്തൊരു കാർഡ് പോയി കഴിഞ്ഞാൽ ഔട്ടാവും. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് 1 മിനിറ്റ് ആണ് സമയമുള്ളത്. ഈ 1 മിനിറ്റിനകത്ത് ബാക്കി എല്ലാ കാർഡ്സും ഊതി കളഞ്ഞ് 4 കിങ്ങിന്റെ കാർഡ്സ് ഞങ്ങൾ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്, അത് മാത്രം ആക്കി തരണം. മനസ്സിലായല്ലോ ചേച്ചി? അപ്പൊ കാർഡ്സ് 4 എണ്ണം മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. എങ്ങാനും ഒരു കിങ് ചേച്ചി ഊതുന്ന സ്പീഡ് കൂടിയിട്ട് അതെങ്ങാനും തെറിച്ചു പോയി കഴിഞ്ഞാൽ ഔട്ടായി. ഓക്കെ ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂക്ഷിക്കണേ. അങ്ങനെ 9ാമത്തെ സെക്കൻഡിൽ തന്നെ ഈ 2K കാർഡിനെയും ചേച്ചി ഊതി തെറിപ്പിച്ചിരിക്കുകയാണ്. ആവേശം ഇത്തിരി കൂടി പോയി. എന്ത് സംഭവിച്ചു അറിയില്ല. ഞാൻ പറഞ്ഞതല്ലേ, പതുക്കെ തൂത് പതുക്കെ. ചേച്ചി ഫുൾ ശക്തി ഉപയോഗിച്ച് ചേട്ടൻ എങ്ങനെയെങ്കിലും വെട്ടിക്കണം എന്നുള്ള വാശിയോട് കൂടി പോരാടി തോൽവി അടഞ്ഞിരിക്കുകയാണ്. സാരമില്ല ചേച്ചി, വിഷമിക്കേണ്ട. ഈ ഒരു ഗെയിം സെഗ്മെന്റിൽ ചേച്ചി തോൽവി അടഞ്ഞെങ്കിലും നമ്മുടെ ഡിന്നർ എന്നുള്ള ഒരു ഗിഫ്റ്റ് മാത്രമേ ഒഴിവായിട്ടുള്ളൂ. ബാക്കി ഒരുപാട് ഗിഫ്റ്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ വേണ്ടേ? അപ്പൊ നമുക്ക് ഫുൾ ഫാമിലിനെ വിളിച്ചാലോ? ചേട്ടനുണ്ട്, വേറെ ആരൊക്കെ വിളിക്കണം? നമുക്ക് അമ്മയുണ്ട്, എല്ലാരും വിളിക്കാം. ശരി, അപ്പൊ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വരട്ടെ. ഈ ഒരു ഗെയിം പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് ഗിഫ്റ്റ്സ് ചടങ്ങിലേക്ക് കടക്കാം. യെസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും വന്നിരിക്കുകയാണ്. ഹലോ ബ്രോ, നമസ്കാരം. മോൻ ഇയാളാണ് +2. നേരത്തെ പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഓക്കെ, എന്റെ പേരെങ്ങനെയാ ബ്രോ? അദ്വൈത്. ഓക്കെ, അമ്മ നമസ്കാരം. അമ്മയുടെ പേരെങ്ങനെയാ? തെരേസ ഓൾഗ. അമ്മയ്ക്ക് ഇപ്പൊ കാലിന് ചെറിയൊരു ഫ്രാക്ചർ പറ്റി നമ്മൾ ഇങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. അമ്മ കുറച്ച് സമയം നമ്മളോട് ചെലവഴിച്ചതിൽ സന്തോഷം. ചേട്ടന്റെ കലാപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടു. ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇത്ര കഴിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചി പറ, ചേട്ടനെ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കഴിവുകൾ വേറെ പുറത്തെടുക്കാണ്ടോ നമുക്ക്? നിങ്ങള് വിസിലിംഗ് മാത്രല്ലേ കേട്ടത്, വേറൊരു ഉഗ്രൻ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി പറ. എന്താ പാരഡി ആള് സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത്, ട്യൂണല്ല സിനിമ പാട്ട് ചെയ്ത് ചെയ്യും. ചേട്ടാ, നമുക്ക് ഫാൻ തുടങ്ങുമ്പോ പാട്ടും പാടി ആസ്വദിച്ച് ഓഫീസിലൊക്കെ ആരെങ്കിലും വിസിലല്ലേ പാരഡി ഒക്കെ പാടി ആസ്വദിച്ച് ചെയ്യായിരുന്നു. ഓഫീസിലൊക്കെ ആരെങ്കിലും റിട്ടയർഡ് ആവുകയാണെങ്കിൽ വിളിച്ചു പറയും ഞങ്ങള് റിട്ടയർഡ് ആവണേണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചേട്ടൻ ഒരു സാധനം ചെയ്തു. ഇത്രയും നേരം ചേട്ടൻ ഞങ്ങൾ സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തന്നു. ഒരു സന്തോഷം കൂടെ, ഒരു പാരഡി പാട്ട് ഞങ്ങളുടെ സൂര്യ കോമഡിക്ക് വേണ്ടി ചേട്ടന് ഞാൻ കുറെ സമയം തന്നിരിക്കുന്നു. ഈ ഗിഫ്റ്റ് മൊത്തം എനിക്ക് ഇവിടെ കൊടുത്തു തീർക്കാനുണ്ട്. അത്ര സമയം പോരെ? അതിനുള്ള സെറ്റ്. ഓക്കെ, സോ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഗ്രാമി ദോശ ആൻഡ് ഇഡ്ലി മാവ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ പേരാണ് ഗ്രാമി. ഗ്രാമിയാ? കൊള്ളാലോ, സെയിം പിച്ച് കൊടുക്കാം. ഓക്കെ, കൊടുത്തിരിക്കുന്നു. ഗ്രാമി ദോശ ആൻഡ് ഇഡ്ലി മാവ് നൽകുന്ന നല്ലൊരു സമ്മാനം. ഗുണമേന്മയും സ്വാദും ഒരുമിച്ച് ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കും. ഡെന്റോ ക്ലിനിക് ഫോർ ക്ലിനിക്കൽ പെർഫെക്ഷൻ. നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ഫ്രം ഡെന്റോ ക്ലിനിക്, എ ജർമ്മൻ ഡിസൈൻഡ് ടൂത്ത് ബ്രഷ്. ബി പെർഫ്യൂമിന്റെ നല്ല അടിപൊളി സമ്മാനം. 12 മണിക്കൂർ ലാസ്റ്റിംഗ് ഗ്യാരണ്ടിയോട് കൂടി ബി പെർഫ്യൂം. ഇതിന്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നമ്മളുടെ ഈ പ്രോഗ്രാം ടിവിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രമുഖ കാണിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ പരിചയക്കാരെയൊക്കെ വിളിച്ച് നമ്മൾ പറയുന്നു ഈ പ്രോഗ്രാം കാണണമെന്നുള്ളത്. ഒരു 2 വരിക. ഏത് പാട്ടാണ് പിടിച്ചേക്കുന്നത്? സൂര്യനായി തഴുകി. സൂര്യയിൽ കോമഡി ചാനൽ തുറന്നെൻ്റെ ഫാമിലിയെ നിങ്ങൾ കാണൂ. ഞാൻ വീട്ടുപണിയൽപ്പം റിസ്കോടെ ചെയ്യുന്ന രംഗവും മറക്കാതെ കാണൂ. സൂര്യയിൽ കോമഡി ചാനൽ തുറന്നെൻ്റെ ഫാമിലിയെ നിങ്ങൾ കാണൂ.
ഞാൻ വീട്ടു പണിയൽപ്പം റിസ്കോടെ ചെയ്യുന്ന രംഗവും മറക്കാതെ കാണൂ. അമ്മ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് സാധനം തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയും സമയം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായില്ലേ ആളാരാണെന്ന്? അതെ, ആള് ചില്ലറക്കാരനല്ല. എനിവേ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടന്റെ പാട്ട് കേട്ടു, അതുപോലെ വിസിലിംഗ് പാട്ട്, അതുപോലെ ചേച്ചിയുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ബ്രോ IT-യിൽ എത്രയും പെട്ടെന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് തന്നില്ലേ? അപ്പൊ ഞങ്ങളുടെ സന്തോഷം ഒന്നും നിങ്ങൾക്ക് തന്നില്ല. ആണോ? അത് ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷം. എന്താണ് സന്തോഷം? അപ്പൊ കൊണ്ടുവരാം. എന്റെ ചേച്ചി, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. ചേച്ചി ഭയങ്കര സന്തോഷമായിട്ടോ. ഒരുപാട് എപ്പിസോഡ്സ് ആയെങ്കിലും ഫൺ ഫാമിലിക്ക് വേണ്ടി ഒരാൾ ഇവിടെ സർപ്രൈസ് ആയിട്ട് നമ്മളെ ഞെട്ടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു കേക്ക് തന്നിട്ട്, എസ്പെഷ്യലി സൂര്യ കോമഡി എന്നൊക്കെ എഴുതി നമുക്ക് വേണ്ടി കുറെ എഫേർട്ട് എടുത്തു. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. ഓക്കെ, ഇനി എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ചേച്ചി, കേക്ക് ഒരു രക്ഷയില്ല, അടിപൊളി കേക്ക് കേട്ടോ, സൂപ്പർ. ഇത് ഏത് ഫ്ലേവർ ആണ്? ഇത് കാരമൽ നട്ടി. കാരമൽ നട്ടി. ഓക്കെ, എനിവേ നൈസ് ട്രൈ, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു മധുരത്തോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാമിലി. ബൈ.